അല്പസമയത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ടൊരു വേദവചനം വായിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യം. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്തു നടന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ഒരിക്കൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ബെഥെസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്, അവിടെ സന്ദർശിക്കുവാനിടയായിത്തീർന്നു. കർത്താവായ യേശു സന്ദർശിക്കുവാനുള്ള കാരണം തന്നെ നീണ്ട പീരീഡിൽ സൗഖ്യമാവാതെ ഒരു സൗഖ്യത്തിനായി കാത്തിരുന്ന, ഒരു വിടുതലിനായി കാത്തിരുന്ന ഈ സഹോദരനെ കർത്താവിന് അറിയാമായിരുന്നത് കൊണ്ടാണ് കർത്താവായ യേശു ഈ സന്ദർഭത്തിൽ ഇവിടെ വരുവാനും ഈ കാര്യം അവന് വേണ്ടി ചെയ്യുവാനും ഇടയായിത്തീർന്നത്. സഹോദരങ്ങളെ, നമ്മുടെ ദൈവം അറിഞ്ഞാണ് നമ്മൾ ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജനിക്കുന്നത്. ദൈവത്തിൻ്റെ പൂർണ്ണ അറിവോടുകൂടിയാണ്. ജനിക്കുവാൻ ദൈവഹിതമുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ദൈവപ്രവൃത്തി ചെയ്യേണ്ടതിനും ദൈവത്തിന് നമ്മളിലൊരു ദൈവഹിതമുണ്ട്. ദൈവത്തിന് നമ്മളിൽ ഒരു ദൈവഹിതമുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണ് നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്നതും ജീവിക്കുന്നതും നമ്മൾ മരിക്കുന്നതും. അത് ദൈവപൈതലാണെങ്കിലും ദൈവപൈതലല്ലെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഫലമായിട്ടാണ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജനിക്കുന്നതും ജീവിക്കുന്നതും പിന്നെ മരിക്കുന്നതും. ഇതെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ദൈവപൈതലാകണം എന്നുള്ളതിനെ കർത്താവിൻ്റെ മുൻനിർണയമാണ്. അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്വീകരിച്ചും ഇരിക്കുന്നു എന്ന് വിശുദ്ധ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ മുന്നറിവിൽപ്പെട്ട ആളുകളാണ് വിശ്വാസത്തിലേക്ക് വരുന്നത്. അപ്പം വിശ്വാസത്തിൽ വരാനില്ലാത്തവരെയും ദൈവസന്നിധിയിൽ ദൈവരാജ്യത്തിലേക്ക് വരാനുള്ള മുന്നറിവില്ലാത്തവർ ഈ ഭൂമിയിൽ ജനിക്കുന്നുണ്ട്. ഒരു കണക്ക് ഏറെ പറഞ്ഞാൽ ദൈവമായ കർത്താവ് ഈ ഭൂമിയിലുള്ള സകല ജാതികളെയും ദൈവത്തിൻ്റെ അറിവിൻ പ്രകാരം ജനിപ്പിക്കുന്നതിൻ്റെ ദൈവിക ഉദ്ദേശം, ദൈവത്തിന് അവരെക്കുറിച്ച് പല ഉദ്ദേശങ്ങളുണ്ടെങ്കിലും പ്രധാനമായും ദൈവസഭയുള്ള ബന്ധത്തിൽ ഒരു ഉദ്ദേശമുണ്ട്. ആ ദൈവിക ഉദ്ദേശം എന്ന് പറയുന്നത് ഭൂമിയിൽ ആഹാരമുണ്ടാകണം, ദൈവ മക്കൾക്കും സകല മക്കൾക്കും ഭൂമിയിൽ ആഹാരമുണ്ടാകേണ്ടതിനും ആഹാരം സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടേണ്ടതിനാണ് ദൈവമായ കർത്താവ് ഈ ഭൂമിയിൽ സകല മനുഷ്യരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. വിശേഷിച്ച് എടുത്തു പറഞ്ഞാൽ വിശുദ്ധ ജനത്തിന് ഭക്ഷണം ഉണ്ടാകേണ്ടതിന് വേണ്ടിയാണ് ദൈവം സകലതും ക്രമീകരിച്ചിരിക്കുന്നത്. ഭക്ഷണം ഉണ്ടെങ്കിൽ ഭക്ഷണം പാകം ചെയ്യുവാനുള്ള സാഹചര്യം ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ പാർക്കാനൊരു സാഹചര്യം ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ വസ്ത്രം ആവശ്യമാണ്. എല്ലാ കാര്യങ്ങളും കർത്താവ് അതിൽ ക്രമീകരിച്ചിരിക്കുന്നു. കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾക്ക് അന്നന്ന് ആവശ്യമുള്ള അപ്പത്തിനായി യാചിപ്പിൻ. അപ്പം അന്നന്നുള്ള ആവശ്യങ്ങളിൽ പെട്ടതാണ് നമ്മുടെ ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം. ഇതെല്ലാം അന്നന്നുള്ള ആഹാരത്തിൻ്റെ വിഷയമായിട്ടുള്ള ബന്ധത്തിൽ ഉള്ളതാണ്. ആകയാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവം നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നു, കരുതുന്നു. അവൻ അറിയാതൊന്നുമില്ല. പിന്നെ വിശ്വാസത്തിൻ്റെ പരിശോധന എല്ലാ വ്യക്തികൾക്കുമുണ്ട്. എല്ലാ വ്യക്തികൾക്കും വിശ്വാസത്തിൻ്റെതായ പരിശോധനയുണ്ട്. എല്ലാ വ്യക്തികളെന്ന് പറയുമ്പോൾ ഈ ലോകപ്രകാരമുള്ള ജാതികൾക്കും വിശ്വാസത്തിൻ്റെ പരിശോധനയുണ്ടെങ്കിൽ ദൈവമക്കൾക്ക് എത്രയധികം.
ജാതികളായിരിക്കുന്ന മനുഷ്യർക്കും അവരുടേതായ തലത്തിൽ വിശ്വാസത്തിൻ്റെ പരിശോധനകളുണ്ട്. എന്നാൽ ദൈവമക്കളായ നമുക്ക് കൂടുതലാണ്, അളവിൽ വർധനയുണ്ട്. കാരണം നമ്മൾ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി വിശ്വസിക്കുവാൻ ദൈവം നമ്മുടെ ഹൃദയത്തെ തുറന്നു. ക്രൂശുമരണത്തിൽ നമ്മൾ വിശ്വസിച്ചു, യേശുവിനെ കർത്താവായി സ്വീകരിച്ചു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാശ പ്രാപിച്ചു, വിശുദ്ധിയിൽ ജീവിക്കുന്നു. അതുകൊണ്ട് ദൈവമക്കളുടെ ഇടപെടുന്ന കാര്യങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയുന്നത് വിശ്വസിക്കുക. കാണാതെ വിശ്വസിക്കുന്ന നിങ്ങൾ ഭാഗ്യവാൻ എന്ന് കർത്താവിന് തിരുവഴുത്തിലൂടെ അവൻ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിലുള്ള ബന്ധത്തിൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തുകൊണ്ട് നമ്മുടെ ഇടയിൽ വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നു. വിശ്വാസത്തിലൂടെയാണ് നമ്മൾ ദൈവത്തെ അറിയുന്നത്, വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, വിശ്വാസത്താലാണ് കർത്താവ് നമ്മെ പുലർത്തുന്നത്. എന്തുകൊണ്ടാണ് വിശ്വാസത്താലുള്ള ഒരു ജീവിതയാത്ര ദൈവം നമുക്കൊരുക്കാനുള്ള കാരണം? അത് നമ്മൾ ഈ ലോകത്തിൽ വിശ്വാസം സംബന്ധിച്ച് ജീവിക്കേണ്ടുന്ന കാരണം സാത്താൻ്റെ പ്രവർത്തികളും സംബന്ധിച്ചാണ്. ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന ദൂതനായ കെരൂബ് വർഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ലൂസിഫർ അഥവാ മഹാസർപ്പം എന്നൊക്കെ തിരുവെഴുത്തിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന സാത്താൻ. ഈ സാത്താൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ട് ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ദൈവം സാത്താനിക പ്രവർത്തികളെ അവനിൽ തന്നെ തകർത്ത് കളയേണ്ടതിന് ദൈവം നിശ്ചയിക്കപ്പെട്ട പദ്ധതിയാണ് മനുഷ്യൻ്റെ ജനനം. മനുഷ്യന് ഫ്രീ വില്ല് കൊടുത്തു, പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ മനുഷ്യന് അവസരം കൊടുത്തു. നമുക്കും തരുന്നത് പോലെ നമ്മളും പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതേപോലെ മനുഷ്യനും ഉണ്ടായിരുന്നു. പുരുഷൻ പരീക്ഷ ജയിച്ചു. സ്ത്രീ വന്നതിന് ശേഷം അവൾ ആ പരീക്ഷയിൽ തോറ്റുപോയി. ഇതിൻ്റെ ഫലമായിട്ട് പുരുഷനും സ്ത്രീയും പിശാചിനെ അനുസരിക്കേണ്ടി വന്നു. സ്ത്രീ അനുസരിച്ച് അവൻ്റെ അടിമയായി തീർന്നു. സ്ത്രീയെ നേടേണ്ടതിനു വേണ്ടി പുരുഷനും പിശാചിനെ അനുസരിക്കേണ്ടതായി വന്നതാണ്. അവൻ മനസ്സുകൂടെ അനുസരിച്ചതല്ല. സ്ത്രീ വഞ്ചിക്കപ്പെട്ടു പോയതുകൊണ്ട് സ്ത്രീയെ നേടേണ്ടതിന്, അല്ലാതെ സ്ത്രീയെ പുരുഷൻ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ അവളെ എന്നേക്കുമായി ഏദനിൽ വെച്ച് സ്ത്രീ എന്ന സഹോദരി നശിച്ചു പോകുമായിരുന്നു. അതുകൊണ്ട് സ്ത്രീയെ രക്ഷിക്കേണ്ടതിന്, സ്ത്രീയെ ഉപേക്ഷിക്കാതിരിക്കേണ്ടതിനുമായിട്ട് ആദ്യ മനുഷ്യൻ സ്ത്രീക്ക് വേണ്ടിയാണ് പാപം ചെയ്യുന്നത്. ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടൊന്നുമില്ല, എങ്കിലും ചില സൂചനകൾ നമുക്ക് തരുന്നുണ്ട്. ഉപായ രൂപേണ അവൻ വഞ്ചിച്ചു എന്നും, ഇത് വെളിപ്പെട്ട പൗലോസ് അവയെ പിശാച് ഉപായ രൂപേണ വഞ്ചിച്ചു എന്നും നമ്മൾ വായിക്കുന്നു. കോരിന്ത്യ ലേഖനത്തിൽ 1 കോരിന്ത്യയിൽ വീണ്ടും എഴുതിയിരിക്കുന്നു, സ്ത്രീ അത്രേ 11-ാം അധ്യായത്തിൽ സ്ത്രീ അത്രേ പിശാചിനാൽ വഞ്ചിക്കപ്പെട്ടത് എന്ന് എഴുതിയിരിക്കുന്നു. പുരുഷൻ വഞ്ചിക്കപ്പെട്ടില്ല എന്ന് ചോദിച്ചാൽ പുരുഷൻ വഞ്ചിക്കപ്പെട്ടിട്ടില്ല. പുരുഷൻ അറിഞ്ഞുകൊണ്ടാണ് തെറ്റ് ചെയ്യുന്നത്, സ്ത്രീ വശീകരിക്കപ്പെട്ട് തെറ്റ് ചെയ്തു. രണ്ടും രണ്ട് തലത്തിലാണ്. പുരുഷൻ സ്ത്രീക്ക് വേണ്ടിയാണ്, അറിഞ്ഞുകൊണ്ടാണ് തെറ്റ് ചെയ്തത്. സ്തോത്രം. എന്നാൽ സ്ത്രീ അറിയാതെയാണ്, അവൾ വശീകരിക്കപ്പെട്ടതാണ്, അവൾ വഞ്ചിക്കപ്പെട്ടതാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് പുരുഷൻ അറിഞ്ഞുകൊണ്ട് ഈ തെറ്റ് ചെയ്യുവാൻ കാരണമായി തീർന്നത്? സ്ത്രീയെ രക്ഷിക്കുവാൻ. സ്ത്രീയെ അവൻ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ സ്ത്രീ എന്നേക്കുമായി നശിച്ചു പോകുമായിരുന്നു. എന്നാൽ സ്ത്രീയെ രക്ഷിക്കേണ്ടതിന് ആദ്യ മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് സാത്താനെ അനുസരിച്ചു. ഹല്ലേലൂയ. പ്രിയരെ, എന്നിട്ട് പുരുഷൻ അനുതപിച്ചു, ദൈവത്തോട് നിലവിളിച്ചു കരഞ്ഞു.
അപ്പോൾ ദൈവം മനസ്സലിഞ്ഞു. ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു രക്ഷിതാവിനെ അയക്കാം. ആരെയാണ് പിശാച് വശീകരിച്ച് വഞ്ചിച്ച് പാപം ചെയ്ത അവളിൽ നിന്ന് ഞാനൊരു രക്ഷിതാവിനെ നിങ്ങൾക്ക് ജനിപ്പിച്ച് തരാം എന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തു. അങ്ങനെ കാലത്തിൻ്റെ പൂർണ്ണതയിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ മനുഷ്യനായി ജനിച്ചു. സ്ത്രീയിൽ നിന്ന് ജനിച്ചു. സ്ത്രീ എന്ന് പറയുന്നത് ന്യായപ്രമാണത്തെ കാണിക്കുന്നു. ന്യായപ്രമാണത്തിൽ നിന്ന് കർത്താവ് ജനിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ സ്ത്രീയുടെ സന്തതി ന്യായപ്രമാണത്തിൻ്റെ സാത്താൻ്റെ തലയെ തകർക്കും. സ്ത്രീ ന്യായപ്രമാണത്തെ കാണിക്കുന്നു. ന്യായപ്രമാണത്തിൻ്റെ സന്തതി, അതായത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ന്യായപ്രമാണം കൊടുത്ത ഇസ്രായേൽ ജനത്തിന് ന്യായപ്രമാണം കൊടുത്തതിന് ശേഷം ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ന്യായപ്രമാണ ആചാരികളുടെ ഇടയിൽ നിന്ന് ഒരു സഹോദരിയെ തിരഞ്ഞെടുത്ത് അവളിൽ ആ ന്യായപ്രമാണ ആചാരിയായ സ്ത്രീയിൽ കർത്താവ് ജനിച്ചു. ദൈവത്തിൻ്റെ പദ്ധതി എത്ര ശ്രേഷ്ഠമാണ്! സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തലയെ തകർക്കും എന്ന് എഴുതിയിരിക്കുന്ന ആ ദൈവിക വാഗ്ദത്തം അങ്ങനെ നിവൃത്തിയാകുന്നു. പ്രൈസ് ദി ലോർഡ്. അതെ, ദൈവത്തിന് രണ്ട് നിയമമുണ്ട്. രണ്ട് നിയമങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന രണ്ട് സഹോദരിമാരുണ്ട്. ഇതൊക്കെ നമുക്ക് തിരുവഴുത്തിൽ പഠിക്കാവുന്ന കാര്യമാണ്. ഇത് എൻ്റെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ വിടുകയാണ്, പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ സ്ത്രീയാണ് ഏദനിൽ വെച്ച് പിശാച് വശീകരിച്ച് വഞ്ചിച്ചത്. സ്ത്രീയാണ് ചതിക്കപ്പെട്ടത്. സ്ത്രീയാണ് പാപത്തിൽ വീണത്. സ്ത്രീ പാപത്തിൽ വീഴാതിരുന്നെങ്കിൽ പുരുഷൻ പാപം ചെയ്യത്തില്ലായിരുന്നു. കാരണം പിശാചിനാൽ പല പ്രാവശ്യം പുരുഷൻ അല്ലെങ്കിൽ വശീകരിക്കപ്പെടുവാൻ ഇടയായിട്ടുണ്ട്. പക്ഷെ തിരുവഴുത്തിൽ തെളിവ് തന്നില്ല. പക്ഷേ പുരുഷനെ വീഴ്ത്തുവാൻ അവന് കഴിഞ്ഞിരുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെപ്പോഴും ദൈവത്തോട് ബന്ധപ്പെട്ട് മറ്റിൽ നിന്നെല്ലാം ഏകനായി പാർത്തു. പ്രൈസ് ദി ലോർഡ്. അതിന് സൂചനയുണ്ട്. പുരുഷൻ മറ്റുള്ള എല്ലാറ്റിൽ നിന്നും വേർപെട്ട് ദൈവത്തോട് മാത്രം പറ്റിച്ചേർന്നു എന്നും നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നു. ആകയാൽ പുരുഷന് തക്ക തുണയെ ദൈവം ഒരുക്കും എന്ന് കർത്താവ് നിശ്ചയിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവം ആദ്യം മനുഷ്യനിലൂടെ ദൈവം ചെയ്ത ദൈവത്തിൻ്റെ ഓരോ പദ്ധതിയുടെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ ഭൂമിയിലായിരിക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതി ഇല്ലാതെ ഒന്നും നടക്കുന്നില്ല. ദൈവം പ്രോഗ്രാം ചെയ്ത് വച്ചിരിക്കുന്നത് പോലെ അല്ലാതെ മറ്റൊന്നും ഈ പ്രപഞ്ചത്തിൽ നടക്കുകയില്ല. നമ്മുടെ ദൈവം മഹാദൈവമാണ്. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവം, സ്തോത്രം, പിശാചിൻ്റെ പ്രവർത്തികളെ പിശാചിലൂടെ തന്നെ നിഷ്ക്രിയമാക്കേണ്ടതിനാണ്. സ്തോത്രം. സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചത് പിശാചിനാൽ വശീകരിക്കപ്പെടുവാൻ അനുവദിച്ചു. ഹല്ലേലൂയ. അപ്പം മനുഷ്യൻ പാപം ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ലായിരുന്നു. പാപം ചെയ്യാതെ തന്നെ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ട്. പാപം ചെയ്താൽ എന്തുള്ള പദ്ധതി അതും ദൈവം ക്രമീകരിക്കും. പാപം ചെയ്യാതിരുന്നില്ലെങ്കിൽ പദ്ധതിയും ദൈവം ക്രമീകരിക്കപ്പെട്ടിരുന്നു. സ്തോത്രം. എങ്ങനെയായാലും പാപത്തിന് അറുതി വരുത്തുക, പാപത്തിന് അവസാനം വരുത്തുക, ഇതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. ഹല്ലേലൂയ. പാപത്തിന് അവസാനം വരുത്താൻ കാരണം വെച്ചെന്താണ്? ദൈവത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ട് ഇരുന്ന ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം സൃഷ്ടിച്ച ലൂസിഫർ എന്ന് വിളിക്കപ്പെടുന്ന, പിന്നത്തേതിൽ മഹാസർപ്പം എന്ന് വിളിക്കപ്പെടുന്ന പിശാച് ദൈവത്തിനെതിരെ മത്സരിച്ചു. അവൻ്റെ പാപം മത്സരമാണ്. ദൈവത്തിനെതിരെ പാപം ചെയ്തു മത്സരിച്ചു. നമ്മൾ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ അവർ ദൈവത്തിനോട് സമനാകുവാൻ ആഗ്രഹിച്ചു. ആരാണ് ദൈവത്തിനോട് സമൻ? ദൈവത്തിനോട് സമൻ അവൻ്റെ ശരീരമായ സഭയാണ്. സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും മഹാകാലത്തോടും മധ്യാകാശത്ത് വരുമ്പോൾ ഇവിടെ കയറി വരുവീൻ എന്ന് വിളിക്കുമ്പോൾ അവൻ്റെ ശരീരമായ സഭ എങ്ങനെയാണോ
ആരാണോ വിളിക്കുന്നത് ആ വിളിക്കുന്ന വ്യക്തി എങ്ങനെ ഇരിക്കുന്നു അതേപോലെ തന്നെ കാണേണ്ടതുകൊണ്ട് അവനോട് സദൃശന്മാരാക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ ലേഖനം 1:3 അതിന് 2 വാക്യത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു, അവൻ പ്രത്യക്ഷനാകുമ്പോൾ, 2-3 വാക്യം, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണേണ്ടതാകുകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്നെഴുതിയിരിക്കുന്നു. അപ്പം ഈ സാദൃശ്യം അല്ലെങ്കിൽ തന്നെ പോലെ തന്നെ ആക്കി തീർക്കുക, തൻ്റെ സ്വരൂപത്തോട് അനുരൂപരാക്കി തീർക്കുക, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അപ്പം ഈ സ്വരൂപത്തോട് അനുരൂപരായിരുന്ന മുന്നമേ അല്ലെങ്കിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ സ്വരൂപത്തോട് അനുരൂപരായിരുന്ന വ്യക്തിയായിരുന്നു അവൻ്റെ ശരീരം. ശിരസും ശരീരവും ഒരേപോലെ സ്വരൂപത്തോട് അനുരൂപരായിരുന്നു. എന്നാൽ പിശാച് പാപം ചെയ്തപ്പോൾ, ഹല്ലേലൂയ, ആ പാപത്തിൽ നിന്ന് ആ പാപപ്രവൃത്തിയിൽ നിന്ന് അവൻ അനുതപിക്കുവാനും മാനസാന്തരപ്പെടുവാനും അവന് മനസ്സിലായതുകൊണ്ട് ദൈവം അവനൊരു സമയം നിശ്ചയിച്ചു, ഒരു പീരീഡ് നിശ്ചയിച്ചു. ആ പീരീഡിൻ്റെ അവസാന പീരീഡിലാണ് കാലത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം ഈ ഭൂമിയിൽ പിശാചിൻ്റെ പ്രവർത്തികളെ അഴിക്കേണ്ടതിന് മനുഷ്യനായി തീർന്നത്. തിരുവെടുത്ത് പറയുന്നത് അവൻ വേഷത്തിൽ മനുഷ്യനായി, സ്തോത്രം, ഒരു മനുഷ്യ സാദൃശ്യം ധരിച്ചു. അപ്പം ഇത് ചെയ്തത് കാലത്തിൻ്റെ അവസാനത്താണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തിരുവെഴുത്തിൽ വായിക്കുന്നത് അന്ത്യകാലം എന്നാണ്. അന്ത്യകാലത്തിൽ എന്ന് എഴുതിയിരിക്കുന്നത്. ഈ അന്ത്യകാലത്ത് നിന്ന് പല പ്രാവശ്യം നമുക്ക് ലേഖനങ്ങളിലൂടെയും കർത്താവിൻ്റെ വാക്കുകളിലൂടെയും കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നതിൻ്റെ കാരണം അന്ത്യകാലം എന്ന് പറയുന്നത് ഈ കാലത്തെയാണ്. കർത്താവ് പിശാചിന് സാത്താന് മാനസാന്തരപ്പെടുവാൻ കൊടുത്ത സമയത്തിൻ്റെ ലാസ്റ്റ് പീരീഡ്. ഇനി അവൻ അനുദപിച്ചാൽ അവന് ശിക്ഷ കൂടാതെ രക്ഷയില്ല. സ്തോത്രം. കാരണം ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ട് കഴിഞ്ഞു. എന്നാണ് വിധിക്കപ്പെട്ടത്? കർത്താവിൻ്റെ ശരീരം രക്തവും ശിഷ്യന്മാർക്ക് പങ്കിട്ട് കൊടുത്ത ആ നിമിഷം. അതിന് മുമ്പ് സ്തോത്രയും അവൻ അനുദപിക്കാനുള്ള ടൈമായിരുന്നു. ഇനി അവൻ അനുദപിച്ചാലും ശിക്ഷ ഒഴിയാതെ അവന് രക്ഷയില്ല. അപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിക്കാനാണ് നമ്മൾ ഇത്രയും കടന്നു വന്നത്. ദൈവത്തെ കണ്ടുകൊണ്ടിരുന്ന ഈ വ്യക്തിത്വം, ദൈവത്തിൻ്റെ ശത്രുവായി തീർന്ന ഈ വ്യക്തിത്വം, ദൈവം എന്നുള്ള ആ വ്യക്തിത്വത്തിൻ്റെ മഹിമ കണ്ട, പ്രവൃത്തി കണ്ട, വ്യക്തിത്വത്തെ മനസ്സിലാക്കിയ, ആരാഞ്ഞറിഞ്ഞ കർത്താവിൻ്റെ തിരുവെഴുത്ത് പറയുന്നവൻ ജ്ഞാനസമ്പൂർണനായിരുന്നു എന്നാണ്. എഗസ്കേൽ പ്രവചനം 28 പഠിക്കുന്നവൻ ജ്ഞാനസമ്പൂർണനായി. അപ്പം ജ്ഞാനത്തോടുകൂടി ദൈവത്തെ അറിഞ്ഞ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം ആരാണെന്നുള്ളത് അവൻ ജ്ഞാനത്തിലൂടെ ഗ്രഹിച്ചിട്ടും പാപം ചെയ്തിട്ട് ദൈവത്തോട് മത്സരിക്കുമ്പോൾ ദൈവമായ കർത്താവ് ഒരു പദ്ധതി, അവൻ്റെ സകല പദ്ധതിയും പൊളിക്കേണ്ടതിന് ദൈവശരീരത്തിൻ്റെ അവയവങ്ങളെ കർത്താവ് ഈ ഭൂമിയിൽ കാലത്തിൻ്റെ പൂർണ്ണതയിൽ യേശുക്രിസ്തുവിന് ശേഷം, അതായത് യേശുക്രിസ്തുവിൻ്റെ മരണം, അടക്കം, ഉയർപ്പിന് ശേഷം വിശുദ്ധ സഭയുടെ ആരംഭത്തോടു കൂടി അതിന് അല്പസമയത്തിന് മുമ്പ് തന്നെ, കർത്താവിൻ്റെ ജനനത്തോട് സമയത്ത് തന്നെ ഈ ഭൂമിയിൽ ദൈവശരീരത്തെ ആയിത്തീരുവാനുള്ള ശരീരങ്ങളെ ഭൂമിയിൽ ജനിപ്പിച്ചു. കാലത്തിൻ്റെ പൂർണ്ണതയനുസരിച്ച് ആ പെന്തക്കോസ് നാളിൽ ആരൊക്കെ രക്ഷിക്കപ്പെടണമെന്ന് ദൈവം മുൻനിയമിച്ചിരുന്ന ശരീരാവയവങ്ങളെയെല്ലാം ഒരു സ്ഥലത്ത് കൂട്ടിവരുത്തി. എന്നിട്ട് പെന്തക്കോസ് നാളിൽ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ പ്രവൃത്തി ആരംഭിച്ചു ശിഷ്യന്മാരിലൂടെ. അപ്പോൾ ശിഷ്യന്മാരിൽ നിന്നുള്ള വ്യക്തികളും കർത്താവിൻ്റെ ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയിൽ സമയാസമയങ്ങൾ കർത്താവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ അതിനു മുമ്പും പിൻപുമായിട്ട് ജനിപ്പിച്ചതാണ്. ആ ശരീരങ്ങളെ ജനിപ്പിച്ചു. എന്നിട്ട് ആ ശരീരങ്ങളെല്ലാം ദൈവം തിരഞ്ഞെടുത്തു, ദേഹികളെയും തിരഞ്ഞെടുത്തു. എന്നിട്ട് അവരുടെ ഉള്ളിൽ വചനം ജഡമാക്കി
അവർ വിശ്വസിക്കാൻ കാരണമാക്കി. വചനം ജഡമായി തീർന്നു. പെന്തക്കോസ്ത് നാളിൽ അവരിലും ദൈവശക്തിയുടെ അളവറ്റ ആത്മശക്തിയോടുകൂടി ഒരു ജനനം നടത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിച്ചു. അപ്പോൾ ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിച്ചപ്പോൾ ദൈവം അടിസ്ഥാനമാക്കി വെച്ചൊരു കാര്യമാണ് വിശ്വാസം. അപ്പോസ്തലന്മാരുടെ കാലത്ത് അവർ യേശുവിനെ കൺമുഖത്തായി കണ്ടുകൊണ്ട് വിശ്വസിച്ചു. ആ പീരീഡ് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും വിശ്വാസത്താൽ പ്രാപിക്കുന്നു. പൗലോസ് ഉൾപ്പെടെ. പൗലോസ് അക്ഷരീയമായി കർത്താവിനെ കണ്ടിട്ടുണ്ടെങ്കിലും സ്തോത്രം, പൗലോസും പൗലോസിന് ശേഷമുള്ളവരും വിശ്വാസത്താലാണ് കർത്താവിനെ കാണുന്നത്. വിശ്വാസത്താൽ നമ്മൾ യേശുവിൻ്റെ ക്രൂശിൻ്റെ വചനം കേട്ടു. വിശ്വാസത്താൽ ദൈവം നമ്മുടെ ഹൃദയം തുറന്നു. വിശ്വാസത്താൽ നമ്മൾ യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചു. വിശ്വാസത്താൽ യേശു ക്രിസ്തുവിനെ സ്നാനപ്പെട്ടു. വിശ്വാസത്താൽ ദൈവശക്തി എന്ന അഭിഷേകം പ്രാപിച്ചു. ഇന്ന് വിശുദ്ധ കൂട്ടായ്മയിലൂടെ വിശ്വാസത്താൽ ദൈവിക കൽപ്പനകൾ അനുസരിച്ച് കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നു. എല്ലാം വിശ്വാസത്താലാണ്. അങ്ങനെ നമ്മൾ വിശ്വാസത്താൽ ക്രിസ്ത്യ ജീവിതം പൂർത്തീകരിക്കുന്നു. നമ്മൾ നിദ്ര കൊള്ളുന്നു. നിദ്ര കൊണ്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വിശ്വാസമല്ല. കാരണം നമ്മുടെ ആത്മാവ് കർത്താവിൻ്റെ സന്നദ്ധിയിൽ ചെല്ലുന്നു. നമ്മൾ കർത്താവിനെ നേരായ രീതിയിൽ കണ്ടുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്നു. അവിടെ ക്രിസ്തുവിൽ നിദ്ര കൊണ്ട് ആത്മാക്കൾ സ്വർഗത്തിൽ ചെന്നിട്ട് ആരാധിച്ച് കർത്താവിനെ സ്തുതിച്ച് പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊന്നും ആരും ചിന്തിക്കരുത്. ആ പണിയൊക്കെ ഈ ഭൂമിയിലേ ഉള്ളൂ, അതിന് മേളിലില്ല. ആർക്കില്ല? യേശുക്രിസ്തുവിനെ സ്നാനപ്പെട്ട് വിശുദ്ധയെ നയിക്കുന്ന വിശുദ്ധന്മാർക്കില്ല. കാരണം നമ്മുടെ ദേഹി സ്വർഗത്തിലേക്ക് പോകുന്നില്ല, ദേഹവും പോകുന്നില്ല. ഇത് ഇവിടെ തന്നെ കിടക്കുകയാണ്. ദേഹി മരിക്കുന്നു, അത് ഇല്ലാതാകുന്നു. കാരണം ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം ഒരു സ്വരൂപം ഉണ്ടാക്കി, സ്വരൂപത്തിനകത്ത് ആത്മാവിനെ നിർമ്മിച്ചുണ്ടാക്കി അത് ജീവനുള്ള ദേഹിയായി തീർന്നു എന്നാണ്. അതായത് ദൈവം സൃഷ്ടിച്ചതല്ല, സൃഷ്ടിപ്പിൽ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് രൂപാന്തരപ്പെട്ടതാണ് ഈ ദേഹി. ഈ ദേഹി ജനിച്ചു, ഈ ദേഹി മരിക്കുന്നു, അതോടെ ഈ ദേഹി അവസാനിക്കുന്നു. ഈ ദേഹിക്ക് തിരഞ്ഞെടുപ്പുണ്ട്. വിഷയം നിങ്ങൾക്കറിയാവുന്നത് കൊണ്ടും അത് ഇപ്പോഴുള്ള സന്ദർഭോചിതമായ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ വിടുന്നു. പ്രിയരെ, ആത്മാവ് ജനിച്ചു, ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുന്നു. ആ ആത്മാവ് ജനിച്ചത് എന്ന് പറയുന്നത് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുമ്പോൾ മാത്രമാണ് ആത്മാവ് ജനിക്കുന്നത്. തിരുവെഴുത്ത് പറയുന്നു, പത്രോസിൻ്റെ ഉപദേശം, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായിട്ട് ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന് ദാനം ലഭിക്കും. എന്നാലെന്ന് വാക്കിനർത്ഥം, യേശുക്രിസ്തുവിൻ്റെ നാമം പറഞ്ഞ് സ്നാപകൻ നിങ്ങളെ സ്നാനപ്പെടുത്താതിരുന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കില്ല. പരിശുദ്ധാത്മാവ് ദാനം ലഭിക്കാത്ത ഒരു വ്യക്തിക്കും വീണ്ടും ജനനം നടക്കില്ല. വീണ്ടും ജനനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് അഥവാ യേശുക്രിസ്തു നമ്മളിൽ, നമ്മുടെ ഹൃദയത്തിൽ വന്ന് ജനിക്കുന്നതിനെയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ നിദ്ര പ്രാപിക്കുമ്പോൾ, സ്തോത്രം, നമ്മുടെ ആത്മാവ് സ്വർഗത്തിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം യേശുക്രിസ്തു പോകുന്നു എന്നാണ്. കാരണം നമ്മൾ ജനിച്ചത് യേശുക്രിസ്തുവാണ്. ഈ യേശുക്രിസ്തുവാണ് നമ്മൾ, ക്രിസ്തു എന്ന തലയോളം വളർന്നത്. ഈ വളർന്ന യേശുക്രിസ്തുവാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. ശരീരത്തിന് മരണം സംഭവിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്നത് ഈ യേശുക്രിസ്തു എന്ന ആത്മാവാണ്. സ്തോത്രം. അങ്ങനെ കർത്താവിൻ്റെ ആത്മാവ് നമ്മളിൽ ജനിച്ച ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ അവയവമായിരിക്കുന്ന ഒരവയവം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുന്നു. അപ്പോൾ കർത്താവിൻ്റെ സന്നിധി എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു എവിടെ ഇരിക്കുന്നു അവിടേക്കാണ് ഈ ആത്മാവും പോകുന്നത്. അവിടേക്ക് പ്രവേശിപ്പാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട വ്യക്തിക്ക് മാത്രമേ കഴിയത്തുള്ളൂ. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടത് കൊണ്ട് വീണ്ടും വന്ന് ഞാൻ നിങ്ങളെ ചേർത്തോളൂ. അപ്പം ആർക്കാണ് സ്ഥലം ഒരുക്കുന്നത്? ശിഷ്യന്മാർക്ക്. ശിഷ്യനാകണം എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിനാണ് സ്നാനപ്പെടണം. യേശുക്രിസ്തുവിനാണ് സ്നാനപ്പെടാത്ത ഒരു വ്യക്തിക്കും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാകുവാൻ പറ്റില്ല. അപ്പം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട വ്യക്തികളാണ് യേശുക്രിസ്തു ഇരിക്കുന്നിടത്തേക്ക് പോകുന്നത്. കൊലോസ്യർ 3:1 ഇരിക്കുന്നു, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് ക്രൂശുമരണത്തിന് പങ്കാളിത്തം വഹിച്ച നിങ്ങൾ യേശുക്രിസ്തുവിൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതുകയാൽ നിങ്ങൾ ഉയരത്തിലുള്ളതിനെ ചിന്തിപ്പീൻ. നിങ്ങളുടെ ജീവൻ അവിടെ ഇരിക്കുക. ആരുടെ ജീവൻ? യേശുക്രിസ്തുവിന് സ്നാനപ്പെട്ടവനിൽ ഒരു ജീവൻ ഉണ്ടാകുന്ന ആരുടെ ജീവൻ? ആത്മാവിൻ്റെ ജീവൻ. ആ ആത്മാവിൻ്റെ ജീവൻ എവിടെ ഇരിക്കുകയാണ്? യേശുക്രിസ്തുവിൽ ഇരിക്കുകയാണ്. അത് മഹത്വത്തിൻ്റെ വലത്ത് സൈഡിൽ ഇരിക്കുകയാണ്. പിതാവിൻ്റെ വലത്ത് സൈഡല്ല, ദൈവമഹത്വത്തിൻ്റെ വലത്ത് സൈഡിൽ
യേശുക്രിസ്തുവിൻ്റെ ജീവൻ ഇരിക്കുന്നു. ആ ജീവൻ നമ്മുടെ ജീവനാണ്. നമ്മുടെ ജീവൻ അവിടെ ഇരിക്കുന്നു എന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. യേശുക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എന്ന് തിരുവെഴുത്തിൽ നമ്മൾ പഠിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ ജീവൻ നമ്മുടെ ശരീരവാസത്തിന് ശേഷം എങ്ങോട്ട് പോകുന്നു? എവിടെയാണോ നമ്മുടെ ആത്മാവിൻ്റെ ജീവൻ ഇരിക്കുന്നത് അവിടേക്ക് യാത്രയാകുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടേക്ക് യാത്രയാകണമെങ്കിൽ എൻ്റെ പ്രിയ സഹോദര, നീ ഇതുവരെ യേശുക്രിസ്തുവിനൊന്ന് സ്നാനപ്പെട്ടിട്ടില്ല. നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം എന്ന് പറഞ്ഞാണ് സ്നാനപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ യേശു ജനിച്ചിട്ടില്ല, യേശുവിൻ്റെ ജീവൻ വന്നിട്ടില്ല. ആകയാൽ നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ആത്മാവ് പോവില്ല. കാരണം നിങ്ങളുടെ ആത്മാവ് വീണ്ടും ജനിച്ചിട്ടില്ലല്ലോ. ജനിക്കാത്ത ഒരു വ്യക്തി എങ്ങനെയാണ് അവിടെ പോകുന്നത്? ഈ ഭൂമിയിൽ ഏതെങ്കിലും അപ്പനും അമ്മയ്ക്കും മകനായി തീരണമെങ്കിൽ, മകളായി തീരണമെങ്കിൽ അവരിൽ ജനിക്കണ്ടേ? ജനിക്കാത്തൊരു വ്യക്തിക്ക് അവരുടെ മകനോ മകളോ ആവാൻ പറ്റുമോ? ഇതേപോലെ ദൈവത്തിൽ നിന്ന് ജനിക്കാത്തത് ദൈവത്തിൻ്റെ രാജ്യത്തിൽ എങ്ങനെ പോകാൻ പറ്റും? നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല, നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് പോലെയല്ല. പ്രിയ സഹോദരങ്ങളെ, ദൈവവചനം ക്ലിയറായിട്ട് പഠിക്കുക. പിതാവിൻ്റെ പേരിലാണ് പുത്രനെ അയച്ചിരിക്കുന്നത്, പുത്രൻ്റെ പേരിലാണ് പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നത്. പിതാവിൻ്റെ പേരിലാണ് പുത്രനെ അയച്ചിരിക്കുന്നത്, പുത്രൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ആകയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ പേരെന്ന് പറഞ്ഞ് യേശുക്രിസ്തു എന്നാണ്. അല്ലാതെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ പേരെന്ന് പറഞ്ഞാൽ നാമം എന്ന് പറഞ്ഞാൽ നാമമല്ല. നിങ്ങളത് മനസ്സിലാക്കണം. തിരുവെഴുത്തിൽ വ്യക്തമായി അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾ ആത്മാർത്ഥമായി പഠിക്കുക. കർത്താവാകുന്ന യേശു വ്യക്തമായി തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നതിൽ ദൈവത്തോട് ചോദിക്കുക. മനുഷ്യനോട് ചോദിക്കാതെ ദൈവത്തോട് ചോദിക്കുക. മനുഷ്യനോട് ചോദിച്ചാൽ നിങ്ങൾ മനുഷ്യൻ പടുകുഴിയിലേക്ക് പോകാനുള്ളവരാണ്. കാരണം ആദ്യ മനുഷ്യൻ പാപം ചെയ്തതിൻ്റെ ഫലമായി മനുഷ്യവർഗത്തെ എല്ലാം നിത്യതീയിൽ ചുട്ടുകളയാൻ ദൈവം ഓൾറെഡി നിശ്ചയിച്ചു വച്ചിരിക്കുക. പടുകുഴിയിലേക്ക് പോകാൻ നിശ്ചയിച്ചിരിക്കുക. അതിൽ നിന്ന് രക്ഷിക്കുവാൻ മനുഷ്യനെ രക്ഷിക്കാൻ പറ്റില്ല. കുരുടനെ വഴികാട്ടിയാൽ കുഴിയിലേ വീഴ്ത്തുള്ളൂ. നിങ്ങളുടെ സംശയം ദൈവത്തോട് ചോദിക്കുക. ദൈവം നിങ്ങൾക്ക് സംശയം തീർത്തു തരും. എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ സംശയങ്ങളിൽ ദൈവത്തോടാണ് ചോദിക്കുന്നത്. ദൈവം എൻ്റെ ആ സംശയങ്ങളെല്ലാം തീർത്തു തരുവാൻ മതിയായവനാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ എന്താണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത്? ക്രൂശിലേക്ക് ഒരു ആരോമാർക്കാക്കുകയാണ് ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആകയാൽ നിങ്ങൾ അങ്ങനെയാക്കുകയും. പ്രിയ സഹോദരങ്ങളെ, വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. വിശ്വാസത്തിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഈ മനുഷ്യനെ രക്ഷിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. സ്തോത്രം. 38 വർഷം തളർവാദിയായി കടന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും രോഗത്തിലായിരുന്നു, വ്യാധികളാൽ ബന്ധിക്കപ്പെട്ടിരുന്ന മനുഷ്യന്. ഏത് രോഗമെന്ന് പറയുന്നില്ല. കർത്താവ് എന്തുകൊണ്ട് അവിടെ വന്നു? ഈ മനുഷ്യനെ രക്ഷിക്കുവാൻ. സ്തോത്രം. മനുഷ്യനെ രക്ഷിച്ചു. യേശുവിൻ്റെ കാലത്തിന് ശേഷം അവൻ വിശ്വാസത്താൽ ജീവിച്ചു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് അവന് നൽകിയ പ്രവൃത്തി ദൈവം പൂർത്തീകരിച്ച് കാണും. കാരണം ദൈവമാണല്ലോ. പ്രിയരെ, ഏത് പ്രതിസന്ധിയുടെ നടുവിലാണ് നിങ്ങളായിരിക്കുന്നെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. സ്തോത്രം. നിങ്ങൾക്ക് ഭക്ഷണമില്ലയോ, പാർപ്പിടമില്ലയോ, നിങ്ങൾക്ക് ആശ്രയിപ്പാൻ ആരുമില്ലയോ? സ്തോത്രം. തിരുവെഴുത്ത് പറയുന്നത് എന്താ പറയുക? മനുഷ്യരിൽ ആശ്രയിക്കുന്നത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുതെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. ആരിലും ആശ്രയിക്കാതെ യേശുക്രിസ്തുവിൽ മാത്രം ആശ്രയം വെക്കുക. യേശുക്രിസ്തുവിൽ നിരന്തരമായി വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി സകലതും ചെയ്തു തരും. ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവും. കർത്താവ് പറയുന്നു, മുമ്പേ എൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിക്കുകയും അതോടെ ഇതൊക്കെ ഏത് ആവശ്യത്തിനും മതിയായവനാണ് ദൈവം. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ആശ്രയിക്കുക. കർത്താവ് എല്ലാം നന്നായി ചെയ്തു തരും. കർത്താവാകുന്ന ദൈവം നോക്കിക്കേ, ഈ ഒരു മനുഷ്യന് വേണ്ടി കർത്താവ് വളരെ ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നു. സ്തോത്രം. വ്യർത്ഥമായി ഒന്ന് മനുഷ്യനെ രക്ഷിക്കേണ്ടതിന് കർത്താവ് എരിഹോവിലേക്ക് ചെന്നു. സ്തോത്രം. സക്കായി എന്നൊരു മനുഷ്യനെ രക്ഷിക്കേണ്ടതിന് ദൈവം എരിഹോവിലോട്ട് ചെന്നു. സ്തോത്രം. കർത്താവാകുന്ന ദൈവം ആരെ രക്ഷിക്കുവാൻ പദ്ധതി ഇടുന്നു അവരെ അന്വേഷിച്ച് അവിടെ എത്തുമായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിന്നെ അന്വേഷിച്ച് കാലത്തിൻ്റെ പൂർണ്ണത നിന്റെ അരികിലേക്ക് വന്ന കർത്താവ് സ്തോത്രം നിനക്ക് വേണ്ടി സകലതും കരുതുവാൻ മതിയായവന്. ആകയാൽ അവിശ്വാസം കളഞ്ഞ് ദൈവസന്നിധിയിലേക്ക് മടങ്ങുക. സ്തോത്രം. വിശ്വസിക്കുക. കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. കർത്താവായ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നു. സാത്താനെ പിശാച് തകർത്താൻ പദ്ധതിയിട്ടതനുസരിച്ച് നിനക്കൊരു ശരീരം നൽകി, ഒരു ദേഹി നൽകി, നിന്നിൽ ആത്മാവെന്ന യേശുക്രിസ്തു എന്ന ആത്മാവ് വീണ്ടും ജനിക്കേണ്ടതിന് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം നൽകിയിട്ടുണ്ടെങ്കിൽ, ദൈവ പൈതലേ, കർത്താവാകുന്ന ദൈവം നിന്നെ എത്രയധികം സ്നേഹിക്കുന്നു.
ഈ സ്നേഹത്തിൽ, വിശ്വാസത്തിൽ അളവ് കൂടാതെ വളർന്നു വരണമെങ്കിൽ കർത്താവാകുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൂടെ ആമേൻ. സാത്താനെ കീഴ്പ്പെടുത്തേണ്ടതിന് ദൈവം നിശ്ചയിച്ച പദ്ധതിയാണ് വിശ്വാസം. വിശ്വാസത്തിൻ്റെ പൂർണ്ണത വെളിപ്പെടേണ്ടതിന് ദൈവം തൻ്റെ ശരീരത്തെ ആമേൻ സ്തോത്രം ഈ ഭൂമിയിൽ കാലത്തിൻ്റെ പൂർണ്ണതയിൽ ജനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പൂർത്തീകരിക്കത്തില്ല. എപ്പോൾ പൂർത്തീകരിക്കും? കർത്താവ് താനും പ്രധാനതയും ശബ്ദത്തോടും മഹാകളോടും മധ്യാകാശത്ത് വരുന്നത് വരെയുമുള്ള പീരീഡിൽ അത് പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അത് വരുന്ന ദിവസത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു. പിതാവിൻ്റെ പദ്ധതി അനുസരിച്ച് അത് നടക്കും നിശ്ചയം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ ആമേൻ, അതുവരെ ഓടുന്ന ആമേൻ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. എന്തുകൊണ്ടാണ് ദൈവം അത് ചെയ്യുന്നത്? കണ്ടുകൊണ്ടിരുന്ന സ്തോത്രം സാത്താനായി തീർന്ന ദൂതന് ദൈവത്തെ പൂർണ്ണമായും ആശ്രയിക്കാൻ, വിശ്വസിക്കുവാൻ കഴിയാതെ അവൻ പാപം ചെയ്തതിൻ്റെ ഫലമായിട്ട് ദൈവം അവനെ കീഴ്പ്പെടുത്തുവാൻ വിശ്വാസത്തിൻ്റെ പദ്ധതി പ്ലാൻ ചെയ്തു. എന്നിട്ട് തൻ്റെ വിശുദ്ധ ശരീരം, അവൻ ആർക്ക് സമനായി തീരുവാൻ ആഗ്രഹിച്ചോ ആ വിശുദ്ധ ശരീരത്തെ കാലത്തിൻ്റെ പൂർണ്ണതയിൽ ഓരോ അവയവങ്ങളാക്കി ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജനിപ്പിച്ചിട്ട് അവൻ വിശ്വാസത്തിൻ്റെ നീതി അവൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തി അവൻ വിശ്വാസത്താൽ സ്തോത്രം യേശുവിനെ, ദൈവത്തെ അനുഗമിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഈ പീരീഡിൽ അവനെ പൂർണ്ണമായും പിശാചിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പരീക്ഷിക്കപ്പെടുവാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിൽ ഉണ്ടാകുന്ന വിശ്വാസത്തിൻ്റെ പരിശോധന നമ്മളിൽ തികു വന്നതിന് ശേഷം മാത്രമാണ് സാത്താനെ ദൈവത്തിന് ന്യായം വിധിക്കുവാൻ ദൈവം പദ്ധതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ സഭയെ നീ ലോകത്തെ ന്യായം വിധിക്കുന്നതോടൊപ്പം സാത്താനെ ന്യായം വിധിക്കുമെന്നുള്ള കാര്യം തിരുവഴുത്തിലൂടെ ദൈവം നമ്മെ ബുദ്ധി ഉപദേശിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്കും ദൈവത്തിൻ്റെ പൈതലെ, വിശ്വാസത്താൽ വിശ്വാസ ജീവിതത്തിൻ്റെ പൂർത്തീകരണം പ്രാപിക്കേണ്ടതിന് ആമേൻ, വിശ്വാസത്താൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കേണ്ടതിന്, വിശ്വാസത്താൽ യേശു ക്രിസ്തുവിന് സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിന് ദൈവകാര്യങ്ങളിൽ നിന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് വിശുദ്ധ ജീവിതം നയിക്കുക. അങ്ങനെ നീ എന്ന യേശു ക്രിസ്തുവിൻ്റെ അവയവം സ്തോത്രം സാത്താനെ പോലെ അല്ല എന്ന് ഈ ഭൂമിയിൽ വെച്ച് തെളിയിക്കുക. മഹാസർപ്പത്തിൻ്റെ ഒരു അവയവത്തോടല്ല നീ സമനായിരിക്കുന്നത്, നീ സർവശക്തനോടുകൂടെയാണ് എന്ന് ഈ ഭൂമിയിൽ തെളിയിക്കുന്ന പീരീഡാണ് കൃപായുഗം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ രണ്ട് വിധ ശരീരാവയവങ്ങളുണ്ട്. ഒന്ന് ലൂസിഫറിൻ്റെ, അത് മഹാസർപ്പത്തിൻ്റെ ശരീരാവയവങ്ങളും സ്തോത്രം. മറ്റൊന്ന് യേശുക്രിസ്തുവിൻ്റെ ശരീരാവയവങ്ങളും. യേശുക്രിസ്തുവിൻ്റെ ശരീരാവയവത്തിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് മഹാസർപ്പത്തിൻ്റെ ശരീരാവയവത്തോട് സമനല്ല എന്ന് തെളിയിച്ചു കൊടുക്കുന്ന പീരീഡാണ് ഈ ശരീരവാസവും കൃപായുഗവും. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ആരും നിന്നെ അറിയുന്നില്ലെന്നുണ്ടെങ്കിലും, ആരും നിന്നെ അംഗീകരിക്കുന്നില്ലെന്നുണ്ടെങ്കിലും, ആരും നിന്നെ സ്നേഹിക്കുന്നില്ലെന്ന് നിനക്ക് തോന്നിയാലും, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ അംഗീകരിക്കുന്ന, നിന്നെ മനസ്സിലാക്കുന്ന, നിനക്കായി കരുതുന്ന ഒരു ദൈവം ഈ ഭൂമിയിലുണ്ടെന്നുള്ള കാര്യം നീ മറക്കരുത്. ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്നു. അവൻ സ്വർഗവും ഭൂമിയും പാതാളവുമെല്ലാം നിറഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു കാര്യം നീ മറന്നു പോകരുത്. നീ അവൻ്റെ കൈവെള്ളയിൽ ഇരിക്കുന്നു, നീ അവനിൽ ഇരിക്കുന്നു, നടക്കുന്നു, യാത്ര ചെയ്യുന്നു, നീ അവനോടുകൂടെ സംസാരിക്കുന്നു, നീ അവനോടുകൂടെ ചേർന്നിരിക്കുന്നു. ആകയാൽ ദൈവപൈതലേ, നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ യേശുവിനെ തന്നെ സേവിക്കുക. അവൻ നിനക്കായി കരുതുന്ന. ആകയാൽ നിന്റെ സകല ചിന്താഗതി അവൻ്റെ മേൽ വെക്കുക. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ആമേൻ അതിശ്രേഷ്ഠമാകിയാൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടിട്ടില്ലാത്തവർ എത്രയും വേഗം സ്നാനപ്പെട്ട് യേശുവിനോട് ചേരണമേ എന്ന് ഞാൻ ക്രിസ്തു യേശുവിൽ നിങ്ങളോട് ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. ആമേൻ. ഈ ഭൂമിയിൽ രണ്ട് ശരീരാവയവങ്ങളുണ്ട്. ഒന്ന് മഹാസർപ്പത്തിൻ്റെ ശരീരവും അവയവങ്ങളും, രണ്ട് യേശുക്രിസ്തുവിൻ്റെ ശരീരാവയവവും. ഛായ രണ്ടുപേർക്കും ഒരേപോലെയാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് ദൈർഘ്യമായിട്ട് നീണ്ട പീരീഡിൽ ചിന്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. ദൈവമായ പരിശുദ്ധ പിതാവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.